ആദിപരാശക്തിയുടെ അനന്തമായ ലീലകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും അപ്പുറം നിൽക്കുന്ന ചില ദിവ്യരഹസ്യങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രമുഖമാണ് ദശമഹാവിദ്യകൾ. ദക്ഷയാഗത്തിൽ വെച്ച് ശിവനെ അപമാനിച്ചതിൽ കോപിച്ച് യാഗാഗ്നിയിലേക്ക് ചാടുവാൻ തുനിഞ്ഞ ദാക്ഷായണിയെ ശിവൻ തടഞ്ഞു. എന്നാൽ ശിവനെ വഴിമാറ്റാനായി ദാക്ഷായണി 10 ഭീകരരൂപങ്ങളായി സ്വയം പരിവർത്തനം ചെയ്യുകയും 10 ദിശകളിലായി നിലകൊള്ളുകയും ചെയ്തു. അങ്ങനെയാണ് ദശമഹാവിദ്യകൾ ജന്മമെടുത്തതെന്ന് ഐതിഹ്യം പറയുന്നു. ആരാണീ 10 ദേവിമാർ എന്നല്ലേ? കാളി, സർവ്വ തിന്മകളെയും നശിപ്പിക്കുന്ന ശക്തി, കാലത്തിൻ്റെയും സംഹാരത്തിൻ്റെയും അധിപതി, മോക്ഷം നൽകുന്ന ആദിശക്തി. താര, ദുരിതക്കടൽ കടക്കാൻ സഹായിക്കുന്നവർ, എല്ലാ വിദ്യകളുടെയും അറിവിൻ്റെയും ഉറവിടം. ത്രിപുരസുന്ദരി. ത്രിപുരസുന്ദരി അഥവാ ഷോഡശി പ്രപഞ്ചത്തിലെ പരമോന്നത സൗന്ദര്യവും സമ്പൂർണതയുമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയുടെ സമന്വയം. ആത്മസുഖം നൽകുന്ന ദേവി. ഭുവനേശ്വരി. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപതി. ലോകങ്ങളെല്ലാം അമ്മയുടെ ശരീരമാണ്. ഐശ്വര്യവും സർവാഭീഷ്ടസിദ്ധിയും നൽകുന്ന ദേവി. ചിന്നമസ്ത. സ്വയം ബലിയർപ്പിച്ച് അറിവ് നൽകുന്ന ശക്തി. മരണത്തെ അതിജീവിച്ച് ആത്മാവിനെ ഉണർത്തുന്ന ദേവി. എല്ലാ ബന്ധനങ്ങളെയും ഭേദിക്കാൻ സഹായിക്കുന്നു. ത്രിപുര ഭൈരവി. അഗ്നിയുടെയും തപസ്സിൻ്റെയും ദേവി. ആത്മീയമായ ഉണർവിനും ഭയങ്ങളെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. എല്ലാത്തരം ഭയങ്ങളെയും നശിപ്പിക്കുന്നു. ധൂമാവതി. ദുരിതങ്ങളെയും നഷ്ടങ്ങളെയും ഉൾക്കൊണ്ട് ജ്ഞാനം നൽകുന്ന ദേവി. ലോകത്തിൻ്റെ ക്ഷണികതയും സത്യത്തെയും പഠിപ്പിക്കുന്നു. മോക്ഷം നൽകുന്ന അമ്മ. ബഗളാമുഖി. ശത്രുക്കളുടെ ശക്തിയെ സ്തംഭിപ്പിക്കുന്ന ദേവി. വാക്സാമർത്ഥ്യം നൽകി വിജയത്തിലേക്ക് നയിക്കുന്ന ശക്തി. മാതംഗി. സംഗീതം, കല, അറിവ്, വാക്ചാതുര്യം എന്നിവയുടെ ദേവി. ആത്മീയമായ ഔന്നത്യവും ഐശ്വര്യവും നൽകുന്നു. കമലാത്മിക. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദേവി. സൗഭാഗ്യവും സമ്പത്തും നൽകി ജീവിതം പ്രകാശമയമാക്കുന്നു.